ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വിസ് വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ പുതിയ ഓഡിയൻസിന് ഉപകാരപ്പെടും. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആൻസർ ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ വയനാട്. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. ആലപ്പുഴ ജില്ലയിൽ ആദ്യത്തെ റിസർവ് വനം? ആൻസർ വിയ്യാപുരം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ആൻസർ കൊന്നി. കേരളത്തിൽ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? ആൻസർ അഗസ്ത്യ വനം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്ര? ആൻസർ 18. കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 36. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ മറയൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എവിടെയാണ്? ആൻസർ മംഗളാവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? ആൻസർ കണ്ണൂർ. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ്? ആൻസർ ചൂലന്നൂർ. കേരളത്തിൻ്റെ വന്യവിസ്തൃതി കൂടിയ വന ഡിവിഷൻ ഏതാണ്? ആൻസർ റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഇരവിക്കുളം ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തതാര്? ആൻസർ രാജീവ് ഗാന്ധി. 1985 സെപ്റ്റംബർ 7 ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? ആൻസർ കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ആൻസർ പാമ്പാടം ചോല. വരയാടുകളുടെ സംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്ന ദേശീയോദ്യാനം? ആൻസർ ഇരവിക്കുളം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ആൻസർ കുമരകം പക്ഷി സങ്കേതം. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ആൻസർ 14. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതെവിടെ? ആൻസർ തെന്മല. റെഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം? ആൻസർ കക്കയം. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ആൻസർ തട്ടക്കോട് പക്ഷി സങ്കേതം. സൈലന്റ് വാലിയിലെ പ്രധാന സംരക്ഷണ മൃഗം ഏതാണ്? ആൻസർ സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ പാലക്കാട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം? ആൻസർ സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേരിന് കാരണം? ആൻസർ ചീവിടുകൾ ഇല്ലാത്തത് കൊണ്ട്. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ചുല്ലന്നൂർ, പാലക്കാട്.
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ മംഗളാവനം. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികൾ, അപൂർവ ഇനം കടൽ വവ്വാലുകൾ തുടങ്ങിയവ കാണപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? ആൻസർ മംഗളാവനം. സൈലന്റ് വാലിയിലെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചതാര്? ആൻസർ ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ക്യൂസ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അത് പുതിയ ഓഡിയൻസിന് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.